UAE-യിലെ ഡ്രൈവറില്ലാ ട്രക്കുകളുടെ ആദ്യഘട്ട പരീക്ഷണയോട്ടം വിജയം. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇവോ കാർഗോയുടെ സഹകരണത്തോടെ പ്രമുഖ ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്ബായ ദുബായ് സൗത്താണ് പരീക്ഷണം നടത്തിയത്. ജൂലൈ 17 നടന്ന പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു. ഇലക്ട്രോണിക് വാഹന നിർമ്മാണ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ഇവോ കാർഗോയുടെ നേതൃത്വത്തിൽ പൂർണ്ണമായും അടച്ചിട്ട പ്രദേശത്താണ് പരീക്ഷണം നടത്തിയതെന്ന് കമ്പനി അറിയിച്ചു. ഇതിനു പുറമെ മറ്റ് വാഹനങ്ങളും ട്രക്കുകളും കാൽനടയാത്രക്കാർക്കിടയിൽ പരീക്ഷണം നടത്തിയതായും അധികൃതർ പറഞ്ഞു. ദുബായ് സൗത്ത് ലോജിസ്റ്റിക് ഡിസ്ട്രിക്റ്റിലെ ഒരു നിശ്ചിത റൂട്ടിലാണ് പരീക്ഷണങ്ങൾ നടത്തിയത്. ട്രക്കിന്റെ ഹാർഡ്വെയറിന്റെയും സോഫ്റ്റ്വെയറിന്റെയും പ്രവർത്തനം, സുരക്ഷ എന്നീ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇവോ കാർഗോ 1 എന്ന ട്രക്കിന്റെ പരീക്ഷണം നടത്തിയത്. പാർക്കിംഗ്, റിവേഴ്സ് പാർക്കിംഗ്, ടേണിംഗ്, റിവേഴ്സ് ടേണിംഗ് എന്നിവയുൾപ്പെടെയുള്ള മുഴുവൻ നീക്കങ്ങളിലും ട്രക്കിന്റെ ഓട്ടോ പൈലറ്റ് സംവിധാനവും പരീക്ഷിച്ചു. റൂട്ട് മാനേജ്മെന്റ്, റിമോട്ട് മോണിറ്ററിംഗ്, കൺട്രോൾ എന്നിവയും വിജയകരമായി പരീക്ഷിച്ചു. ഡ്രൈവറില്ലാ വാഹനങ്ങളുടെ പരീക്ഷണ ഓട്ടം നടത്തുന്ന പദ്ധതിക്ക് ഇവോ കാർഗോയും ദുബായ് സൗത്തും മുൻപ് ധാരണയിലെത്തിയിരുന്നു. 2030 രാജ്യത്തെ പൊതുനിരത്തുകളിൽ 25% ഡ്രൈവറില്ലാ വാഹനങ്ങൾക്കാണ് ദുബായ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. ഇതിനായി ഇലക്ട്രിക് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ഗവേഷണ മേഖലകളിൽ സമീപ വർഷങ്ങളിൽ വലിയ നിക്ഷേപങ്ങളും രാജ്യം നടത്തിയിരുന്നു. ഇവോ കാർഗോയുമായുള്ള സഹകരണത്തിലൂടെ ലോജിസ്റ്റിക് മേഖലകളിൽ UAE-യുടെ സ്ഥാനം ശക്തിപ്പെടുത്താനും ഈ മേഖലയുടെ പുരോഗതിക്കായുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും സാധിച്ചതായി ദുബായ് സൗത്ത് ലോജിസ്റ്റിക് ഡിസ്ട്രിക്ട് CEO ആയ മൊഹ്സൻ അഹമ്മദ് പറഞ്ഞു. കൂടാതെ ലോജിസ്റ്റിക് മേഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിലും മൊത്തത്തിലുള്ള കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിലും ഡ്രൈവറില്ലാത്ത ഇലക്ട്രിക് വാഹനങ്ങൾ നിർണായക പങ്ക് വഹിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാങ്കേതിക മേഖലയിലേക്ക് പുതിയ ഉപഭോക്താക്കളെയും നിക്ഷേപങ്ങളെയും ആകർഷിക്കുകയാണ് പരീക്ഷണങ്ങളുടെ ലക്ഷ്യമെന്ന് ഇവോ കാർഗോ ഓട്ടോണമസ് ലോജിസ്റ്റിക് സർവീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഹമ്മദ് അൽ അൻസി പറഞ്ഞു. 2030 എമിറേറ്റിലെ മൊത്തം ഗതാഗതത്തിന്റെ 25% ഡ്രൈവറില്ലാ വാഹനങ്ങൾ എന്ന ദുബൈയുടെ ലക്ഷ്യത്തിന് അനുസൃതമായാണ് ഇത് നടപ്പാക്കുന്നത്. ഇവോ കാർഗോ N1ന്റെ ലിഫ്റ്റിംഗ് കപ്പാസിറ്റി 2 ടൺ ആണ്. കൂടാതെ 200 കിലോമീറ്റർ വരെ 25 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 6 യൂറോ പൈലറ്റുകളെ ഉൾക്കൊള്ളാൻ ഇതിന് കഴിയും. ഒരു മുഴുവൻ ദിവസത്തെ പ്രവർത്തനത്തിനായി ഒരു വാഹനം ചാർജ് ചെയ്യുന്നത് ഔട്ട്ലെറ്റിനെ ആശ്രയിച്ച് 40 മിനിറ്റ് മുതൽ 6 മണിക്കൂർ വരെ എടുക്കും. വാഹനത്തിന്റെ ചുറ്റുമുള്ള സ്ഥലത്തിന്റെ കമ്പ്യൂട്ടർ കാഴ്ച, ഒരു ഓട്ടോമാറ്റിക് ഡയഗ്നോസ്റ്റിക് സിസ്റ്റം, ഒരു റിമോട്ട് സ്റ്റോപ്പ് സിസ്റ്റം, ഒരു സ്റ്റാൻഡ് ബൈ ന്യൂമറാറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം എന്നിങ്ങനെ 4 ശ്രേണികളാണ് ഇതിന്റെ സുരക്ഷാ സംവിധാനത്തിലുള്ളത്.